അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് പഠനം. നമ്മുടെ വീട്ടിൽ ശൈത്താൻ താമസിക്കുന്നുണ്ടോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൻ ജാബിർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹുമാ അന്നഹു സമിഅ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ഇദാ ദഖല റജുലു ബൈതഹു ഫദക്കറല്ലാഹ തആല ഇൻദ ദുഖൂലിഹി വഇൻദ തുആമിഹി ഖാല ശൈത്വാൻ ലിഅസ്ഹാബിഹി ലാ മബീത ലക്കും വലാ അശാ ഫഇദാ ദഖല ഫലം യദ്കുരില്ലാഹ തആല ഇൻദ ദുഖൂലിഹി ഖാല ശൈത്വാൻ അദ്റക്തുമുൽ മബീത് വൈദാലം യദ്കുരില്ലാഹ തആല ഇൻദ തുആമിഹി ഖാല അദ്റക്തുമുൽ മബീത വൽ അശാ. ഇമാം മുസ്ലിം റഹിമഹുല്ലാ ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. ഒരാൾ തൻ്റെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും അള്ളാഹുവിൻ്റെ പേര് ഉച്ചരിച്ചാൽ ശൈത്താൻ അവൻ്റെ ആളുകളോട് പറയും, ഇന്ന് നിങ്ങൾക്ക് രാത്രി താമസിക്കാനുള്ള സ്ഥലമോ രാത്രി ഭക്ഷണമോ ഇല്ല. എന്നാൽ അയാൾ വീട്ടിൽ പ്രവേശിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചിട്ടില്ലെങ്കിൽ ശൈത്താൻ പറയും, ഇന്ന് നിങ്ങൾക്ക് രാത്രി പാർക്കാനുള്ള ഇടം കിട്ടിയിരിക്കുന്നു എന്ന്. ഇനി അയാൾ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴും അള്ളാഹുവിൻ്റെ നാമം പറഞ്ഞില്ലെങ്കിൽ, ഉരുവിട്ടില്ലെങ്കിൽ ശൈത്താൻ അവരോട് പറയും, നിങ്ങൾക്കിന്ന് രാപ്പാർക്കാൻ ഇടവും അത്താഴവും ലഭിച്ചിരിക്കുന്നു എന്ന്. എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിൻ്റെ നാമം സ്മരിച്ചുകൊണ്ടേയിരിക്കാൻ വിശുദ്ധനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ ദിക്റുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുമ്പോൾ ബദ്ദാക്കിരീൻ അല്ലാഹ കസീറൻ ബദ്ദാക്കിറാത്ത്, അള്ളാഹുവെ ധാരാളമായി സ്മരിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും എന്നാണ് പറഞ്ഞത്. ദിക്ർ എന്നത് എപ്പോഴെങ്കിലും വേണ്ട ഒന്നല്ല, ധാരാളമായി ഉണ്ടാകേണ്ട ഒന്നാണ്. ഒരാൾ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് വലത് കാൽ വെച്ച് കയറുകയും അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കുകയും വേണം. അങ്ങനെ ചെയ്താൽ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കുന്ന വീട്ടിൽ, അള്ളാഹുവിൻ്റെ സ്മരണ നിറഞ്ഞു നിൽക്കുന്ന വീട്ടിൽ ശൈത്താന് സ്ഥാനം ഉണ്ടാവുകയില്ല. മറിച്ചാണെങ്കിൽ ശൈത്താൻ ആ വീട്ടിൽ താമസക്കാരനാകും. തൻ്റെ കൂട്ടാളികളോട് ശൈത്താൻ പറയും, നിങ്ങൾക്ക് ഇവിടെ മബീത്ത് രാത്രി താമസമുണ്ട്, അദ്റക്തുമുൽ മബീത്ത്. അങ്ങനെ പിശാച് താമസിക്കുന്ന ഇടങ്ങളിലാണ് വളരെ നിസ്സാരമായ വിഷയങ്ങളിൽ പോലും ക്ഷമിക്കാനാവാതെ കുടുംബത്തിലെ വ്യക്തികൾ തമ്മിൽ പരസ്പരം കലഹം ഉണ്ടാകുന്നത്, സമാധാനം ഇല്ലാതാകുന്നത്, അസ്വസ്ഥതയും വഴക്കുകളും പ്രശ്നങ്ങളും എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. കാരണം അള്ളാഹുവിൻ്റെ സ്മരണയില്ലാത്തിടത്ത് പിശാചായിരിക്കും എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അള്ളാഹുവെ സ്മരിച്ചാൽ പിശാചിന് അവിടെയും ഇടം കിട്ടാതാകും. സ്മരിച്ചില്ലെങ്കിലോ പിശാചും അത്താഴത്തിൽ പങ്കാളിയാവും വിധം എല്ലായിടത്തും പിശാചിൻ്റെ സ്വാധീനമാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അള്ളാഹുവെ എല്ലാ സന്ദർഭങ്ങളിലും സ്മരിച്ചു കൊണ്ടേയിരിക്കണം. രാവിലെ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ തന്നെ അള്ളാഹുവെ സ്തുതിച്ചുകൊണ്ട് അവനെ സ്മരിച്ചുകൊണ്ട് എഴുന്നേൽക്കുന്നത് മുതൽ, ബാത്റൂമിലേക്ക് കയറുമ്പോൾ ചൊല്ലുന്ന ദിക്ർ മുതൽ, തിരിച്ചിറങ്ങുമ്പോൾ ചൊല്ലുന്ന ദിക്ർ മുതൽ, വീട്ടിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ ചൊല്ലുന്ന ദിക്റിൽ നിന്നും അങ്ങോട്ട് ധാരാളം ദിക്റുകളാൽ നിറഞ്ഞതാവണം വിശ്വാസിയുടെ ജീവിതമെന്നത്. ഒരു ഇസ്ലാമിക ജീവിതത്തിൻ്റെ വലിയ പ്രത്യേകത അള്ളാഹുവിനോടുള്ള സ്മരണ എപ്പോഴും നിലനിർത്തുന്നതായിരിക്കും ആ ജീവിതം എന്നതാണ്. അത്തരം ജീവിതത്തിലാണ് പിശാചിൻ്റെ ദുസ്വാധീനങ്ങൾ ഇല്ലാതിരിക്കുക. മറിച്ചാണെങ്കിൽ പിശാചി എപ്പോഴും സ്വാധീനിക്കുകയും ആ സ്വാധീനത്തിൻ്റെ ഫലമായി ചെയ്യുന്ന കർമ്മത്തിലും ഇടപെടുന്ന ഇടപാടുകളിലും മറ്റു സംഗതികളിലുമൊന്നും അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഇല്ലാതിരിക്കുകയും ബർക്കത്തില്ലാത്ത
കർമ്മങ്ങളായി ഇടപാടുകളായി അവ മാറുകയും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവുകയും ചെയ്യും. അതിനാൽ തന്നെ അള്ളാഹുവെ ഓർത്തുകൊണ്ട് ജീവിതം ആരംഭിക്കുന്ന, അള്ളാഹുവെ ഓർത്തുകൊണ്ട് വീട്ടിൽ നിന്നും പുറത്തിറങ്ങുന്ന, അള്ളാഹുവെ ഓർത്തുകൊണ്ട് വീട്ടിലേക്ക് പ്രവേശിക്കുന്ന, അള്ളാഹുവെ ഓർത്തുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന, അള്ളാഹുവെ ഓർത്തുകൊണ്ട് ഭക്ഷണം അവസാനിപ്പിക്കുന്ന ഒരു സ്വഭാവമാണ് പിഞ്ചിളം പ്രായം മുതലേ എല്ലാവരും ശീലിക്കേണ്ടത്. അതിന് വീട്ടിൽ കുട്ടികളുടെ വിഷയത്തിൽ നല്ല ജാഗ്രത ഉണ്ടാകേണ്ടതുണ്ട്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അള്ളാഹുവിനോടുള്ള സ്മരണയുമായി ബന്ധപ്പെടുത്തി നമ്മുടെ കുഞ്ഞുങ്ങളെ നാം വളർത്തിയെടുക്കേണ്ടതുണ്ട്. പലപ്പോഴും പുതിയ കാലത്ത് ഉപകരണങ്ങളുടെ അടിമകളായാണ് നമ്മുടെ മക്കൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അവർ പലപ്പോഴും പലതരം ഗെയിമുകളും കാർട്ടൂണുകളും ആസ്വാദന പരിപാടികളുമായി സ്ക്രീനുകൾക്ക് മുന്നിൽ സമയം ചെലവഴിച്ചു കൊണ്ടേ ഇരിക്കുന്നവരാണ്. അള്ളാഹുവിൻ്റെ സ്മരണയിൽ നിന്നും തെറ്റിക്കുന്ന അവസ്ഥ പലപ്പോഴും അവർക്ക് ഉണ്ടാകുന്നതിൻ്റെ കാരണം അവരുടെ പുറം സ്വാധീനങ്ങളും അവർ കാണുന്ന കാഴ്ചകളുമൊക്കെയാണ്. അതിനാൽ നമ്മുടെ മക്കളെ ഇത്തരം സ്ക്രീൻ ജീവിതത്തിൽ തളച്ചിടുകയും അതിൽ പരമാവധി അവർ സമയം ചെലവഴിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ നിന്നും രക്ഷിക്കേണ്ടതുണ്ട്. അവരെ അള്ളാഹുവിൻ്റെ സ്മരണയിലേക്ക് കൂടി എത്തിക്കേണ്ടതുണ്ട്. ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഏറ്റവും വലിയ സുരക്ഷിതത്വം എന്ന് പറയുന്നത് അള്ളാഹു അയാൾക്ക് നൽകുന്ന സുരക്ഷിതത്വമാണ്. ആ സുരക്ഷിതത്വം ലഭിക്കേണ്ടത് അള്ളാഹുവിനോടുള്ള സ്മരണയിൽ നിന്നും ബന്ധത്തിൽ നിന്നുമാണ്. പിശാചാണ് കൂട്ടാളിയെങ്കിൽ, അള്ളാഹുവെ സ്മരിക്കാതെയാണ് ജീവിതം മുന്നോട്ട് പോകുന്നതെങ്കിൽ പിശാചിൻ്റെ സ്വാധീനത്തിന് വശംവദമായി നമ്മൾ പിശാചിൻ്റെ കൂട്ടുകെട്ടിൽ പെടുകയും എല്ലാ അർത്ഥത്തിലും സമാധാനമില്ലാത്ത ജീവിതത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുകയും ചെയ്യും. അള്ളാഹുവിൻ്റെ സ്മരണ നിറഞ്ഞു നിൽക്കുന്നിടത്ത് പിശാചിന് നിലനിൽക്കാനാവില്ല. പിശാചിന് അവിടം വിട്ട് പോവേണ്ടി വരും. അള്ളാഹുവിൻ്റെ സ്മരണയിലൂടെ പിശാചിനെ ഓടിക്കാനും പിശാചില്ലാത്ത സുരക്ഷിതമായ ഇടങ്ങളായി, ദീൻ നിറഞ്ഞു നിൽക്കുന്ന ഇടങ്ങളായി നമ്മുടെ വീടുകളെ മാറ്റാനും അങ്ങനെ മാറ്റുന്നൊരു തലമുറയെ വാർത്തെടുക്കാനും നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അതിനാൽ നമ്മുടെ വീടകങ്ങൾ ദിക്റുള്ളയാൽ നിറഞ്ഞു നിൽക്കട്ടെ, പിശാചിനെ പ്രവേശിപ്പിക്കാത്ത ഇടങ്ങളായി മാറട്ടെ. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.